നമസ്കാരം. പ്രധാന വാർത്തകൾ. ബി ഉണ്ണികൃഷ്ണനും ആന്റോ ജോസഫിനുമെതിരെ കേസ്. സംവിധായകനും നിർമ്മാതാവുമായ ബി ഉണ്ണികൃഷ്ണനെതിരെ കേസെടുത്ത പോലീസ്. നിർമ്മാതാവ് സാന്ദ്ര തോമസ് നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. എറണാകുളം സെൻട്രൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. നിർമ്മാതാവ് ആന്റോ ജോസഫാണ് കേസിൽ രണ്ടാം പ്രതി. ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തതിന്റെ വിരോധം തീർക്കും വിധം ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പെരുമാറിയെന്നാണ് സാന്ദ്ര തോമസിന്റെ പരാതി. സിനിമാ മേഖലയിൽ നിന്നും തന്നെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് സാന്ദ്ര തോമസിന്റെ പരാതിയിൽ പറയുന്നു. സംഘടനയിൽ വെച്ച് നടന്ന യോഗത്തിൽ തന്നെ അപമാനിച്ചെന്നും പരാതിയിലുണ്ട്. വാനിന്റെ ടയർ മാറ്റുന്നതിനിടെ പിന്നിൽ നിന്നെത്തിയ കണ്ടെയ്നർ ലോറി ഇടിച്ചു. ആലപ്പുഴയിൽ യുവാവിന് ദാരുണാന്ത്യം. ചെങ്ങന്നൂർ MC റോഡിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച് പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ മരിച്ചു. തൃശൂർ അളകപ്പനറ സ്വദേശി സുധീഷാണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. പഞ്ചറായതിനെ തുടർന്ന് പിക്കപ്പ് വാനിന്റെ ടയർ മാറ്റി ഇടുകയായിരുന്നു. ഇതിനിടെ പിറകിൽ നിന്നും വന്ന കണ്ടെയ്നർ ലോറി ഇടിച്ചാണ് അപകടം സംഭവിച്ചത്. തിരുവനന്തപുരത്തേക്ക് പിക്കപ്പ് വാനിൽ അലൂമിനിയം ഷീറ്റ് കൊണ്ടുപോവുകയായിരുന്നു സുധീഷ്. ഭർത്താവിനെ കാണാതായിട്ട് 6 മാസം. പിന്നാലെ ലതയെയും കാണാനില്ല. ഒടുവിൽ മധ്യവയസ്കയുടെ മൃതദേഹം അയൽവാസിയുടെ പറമ്പിൽ. തൃശൂർ മണലൂരിൽ മധ്യവയസ്കയുടെ മൃതദേഹം അയൽവാസിയുടെ പറമ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വേളയിൽ വീട്ടിൽ ലതയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ലത ഭർത്താവ് മുരളിയോടൊപ്പം ചെന്നൈയിലായിരുന്നു താമസം. ബിസിനസ്സുകാരനായിരുന്ന ഭർത്താവിനെ 6 മാസം മുമ്പ് ചെന്നൈയിൽ വെച്ചാണ് കാണാതായത്. തുടർന്ന് ലത നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. സംവിധായകൻ ഷാഫി അതീവ ഗുരുതരാവസ്ഥയിൽ. തലച്ചോറിൽ അടിയന്തര ശസ്ത്രക്രിയ. സംവിധായകൻ ഷാഫി അതീവ ഗുരുതരാവസ്ഥയിൽ കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. ഉദര സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം തലച്ചോറിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തി. നിലവിൽ കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. കല്യാണരാമൻ, തൊമ്മനും മക്കളും, ചട്ടമ്പിനാട്, മായാവി, മേരിക്കുണ്ടൊരു കുഞ്ഞാട് തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകനാണ്. വീണ്ടും കടുവ ആക്രമണം. കാപ്പി പറിക്കാൻ പോയ സ്ത്രീക്ക് ദാരുണാന്ത്യം. വയനാട് മാനന്തവാടിയിൽ കടുവാക്രമണത്തിൽ സ്ത്രീക്ക് ദാരുണാന്ത്യം. വനംവകുപ്പ് താൽക്കാലിക വാച്ചർ അച്ചപ്പന്റെ ഭാര്യ രാധയാണ് കടുവ കടിച്ചു കൊന്നത്. ആദിവാസി വിഭാഗത്തിലെ ഇവർ പ്രിയദർശിനി എസ്റ്റേറ്റിന് മുകളിലെ വനഭാഗത്ത് കാപ്പി പറിക്കാൻ പോയപ്പോഴാണ് കടുവ ആക്രമിച്ചതെന്നാണ് വിവരം. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് കടുവയെ വെടിവെക്കാൻ വനംവകുപ്പ് ഉത്തരവിട്ടു. യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ പിടിയിലായി. പാലക്കാട് കണ്ണമ്പ്ര പരുവശ്ശേരി സ്വദേശി ചമപ്പറമ്പ് വീട്ടിൽ സന്തോഷിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് തിരൂർ സ്വദേശിയായ യുവതിയെ ഇയാൾ ബലം പ്രയോഗിച്ച് ഓട്ടോറിക്ഷയിൽ തട്ടിക്കൊണ്ടുപോയത്. ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ യുവതി തന്ത്രപൂർവ്വം ഓട്ടോറിക്ഷയിൽ നിന്നും ചാടി രക്ഷപ്പെടുകയായിരുന്നു. യുവതിയുടെ പരാതിയിൽ കയ്പമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളും CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കോതപ്പറമ്പിൽ വെച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. തൃശൂർ കുന്നംകുളം കാവിലക്കാട് പൂരത്തിനെത്തിച്ച ആന ഇടഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. കീഴൂട്ട് വിശ്വനാഥൻ എന്ന കൊമ്പനാനയാണ് ഇടഞ്ഞത്. ആന ഇടഞ്ഞതോടെ പരിഭ്രാന്തരായി ആനപ്പുറത്തു നിന്നും താഴേക്ക് ചാടിയവർക്കാണ് പരിക്കേറ്റത്. രാജേഷ്, വിപിൻ, ഉണ്ണി, സുധീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് വൈകിട്ട് 3:30 സംഭവം. ചെറുപുഷ്പം കമ്മിറ്റിക്ക് വേണ്ടി എഴുന്നള്ളിപ്പിനെത്തിയതായിരുന്നു കൊമ്പൻ. ഇടഞ്ഞാന ചിറ്റഞ്ഞൂർ പാടം ഭാഗത്തേക്ക് ഓടുകയും പിന്നീട് ആനയെ പാപ്പാന്മാരുടെ നേതൃത്വത്തിൽ സമീപത്തെ പറമ്പിൽ തളക്കുകയും ചെയ്തു. ആനപ്പുറത്തുണ്ടായിരുന്നവർ താഴേക്ക് ചാടുന്നതിനിടയിലാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കുന്നംകുളം പരസ്പര സഹായ സമിതി ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ചങ്ങരംകുളത്ത് 17-കാരി പ്രസവിച്ചു. യുവാവ് അറസ്റ്റിൽ. മലപ്പുറം ചങ്ങരംകുളത്ത് 17-കാരി ആശുപത്രിയിൽ പ്രസവിച്ചു. സംഭവത്തെ തുടർന്ന് പോക്സോ കേസിൽ പോലീസ് യുവാവിനെ അറസ്റ്റ് ചെയ്തു. കപ്പൂർ ഞാവലങ്കാട് സ്വദേശി അൻസിഫിനെയാണ് ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വീട്ടുകാരുമായി വഴക്ക്. അടുക്കളയിലെ ഗ്യാസ് തുറന്നുവിട്ട ശേഷം മകൻ വീടിന് തീയിട്ടു. സർവ്വതും കത്തിയമർന്നു. കുടുംബ വഴക്കിനെ തുടർന്ന് തൃശൂരിൽ മകൻ വീടിന് തീയിട്ടു. തൃശൂർ വരവൂരിൽ ഇന്ന് വൈകിട്ടോടെയാണ് സംഭവം. വരവൂർ പുളിഞ്ചോട് ആവിശ്ശേരിമുക്ക് സ്വദേശി താരയുടെ മൂത്തമകനാണ് വീടിന് തീയിട്ടത്. ലഹരി ഉപയോഗിച്ച് നിരന്തരം വീട്ടിൽ ബഹളമുണ്ടാക്കാറുള്ള ആളാണ് മകനെന്നാണ് വീട്ടുകാർ പറയുന്നത്. തീ പിടിച്ച് വീട്ടുപകരണങ്ങൾ അടക്കം കത്തി നശിച്ചു. വീട്ടിൽ ആളിപ്പടർന്ന തീ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് നിയന്ത്രണ വിധേയമാക്കിയത്. വീട്ടിലെ അടുക്കളയിലെ ഗ്യാസ് സ്റ്റൗവിന്റെ
നോബ് തുറന്നുവിട്ടാണ് തീ കത്തിച്ചത്. തീപിടുത്തത്തിൽ വീട്ടിലുണ്ടായിരുന്ന രേഖകൾ ഉൾപ്പെടെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം കത്തി നശിച്ചു. ഭർത്താവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മകൻ വന്ന് തന്റെ തുണി ഉൾപ്പെടെ എടുത്ത് കത്തിക്കാൻ നോക്കിയതെന്നും തുടർന്ന് വീട് കത്തിക്കുകയായിരുന്നുവെന്നും താര പറഞ്ഞു. ഹോളോ ബ്രിക്സും ആസ്ബറ്റോസ് ഷീറ്റും ഉപയോഗിച്ച് നിർമ്മിച്ച വീടിനാണ് തീയിട്ടത്. ശമ്പള പരിഷ്കരണം നടപ്പാകില്ല. തിങ്കളാഴ്ച മുതൽ റേഷൻ കടകൾ അടച്ചിടും. കടയടച്ചുള്ള സമരവുമായി റേഷൻ കട ഉടമകൾ മുന്നോട്ട്. കട ഉടമകളുമായി ധനമന്ത്രി നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടു. സാമ്പത്തിക പ്രതിസന്ധി മൂലം ശമ്പള പരിഷ്കരണ പാക്കേജ് നടപ്പാക്കാനില്ലെന്ന് സർക്കാർ വ്യാപാരികളെ അറിയിച്ചു. റേഷൻ വ്യാപാരികളുടെ മറ്റാവശ്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ടെന്നും ശമ്പള പരിഷ്കരണം നടപ്പാക്കാനാകുന്ന സാമ്പത്തിക സ്ഥിതി അല്ല നിലവിലെന്നുമാണ് സർക്കാർ സമരക്കാരെ ചർച്ചയിൽ അറിയിച്ചത്. തിങ്കളാഴ്ച മുതലാണ് കടയടച്ചുള്ള സമരം. റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന വിതരണക്കാരുടെ സമരം മൂലം ഈ മാസം ഭൂരിഭാഗം കടകളിലും സ്റ്റോക്ക് എത്തിയിരുന്നില്ല. കടയടച്ചുള്ള സമരം കൂടിയാകുന്നതോടെ റേഷൻ വിതരണം പ്രതിസന്ധിയിലാകും.